നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപക്ഷെ കർഷകരായിരിക്കും, കൃഷിഭൂമി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാർഷിക മേഖലയോട് താല്പര്യമുള്ളവരായിരിക്കാം, കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ധനസഹായം വാങ്ങുന്നവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ അറിവിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് 27 ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ്, കൃഷിഭൂമിയുള്ളവർക്കാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം പ്രതിവർഷം 6000 രൂപ വീതം, അതായത് വർഷത്തിൽ 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാട്സപ്പ് വഴി, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ വിവിധ ഓൺലൈൻ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വരെ നമ്മളുടെ ഈ ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ ഒറ്റത്തവണ പുതുക്കൽ, അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് വരുന്നുണ്ട്. അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഇനി തുടർന്ന് ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യണം. ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ, അതായത് കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി നമ്മൾ ബയോമെട്രിക് സംവിധാനം വഴിയോ ഫേസ് ഒതൻറ്റിക്കേഷൻ വഴിയോ ബയോമെട്രിക് അപ്ഡേഷനായിട്ടുള്ള ഇലക്ട്രോണിക് KYC ഒന്നുകൂടി ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഇതിനുവേണ്ടി പോകുന്ന ഒരുപാട് കർഷകരുണ്ട്. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രാജ്യവ്യാപകമായിട്ടൊരു മസ്റ്ററിംഗ് അപ്ഡേഷൻ്റെ അറിയിപ്പ് ഇതുവരെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴിയാണ് ഈ KYC പോലുള്ള കാര്യങ്ങളുടെ പുതിയ പുതുക്കലുണ്ടെങ്കിൽ, രാജ്യവ്യാപകമായിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വരുന്നത്. അങ്ങനെ യാതൊരു അറിയിപ്പും PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലില്ല. ഇവരുടെ ട്വിറ്റർ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളിലും ഇത്തരത്തിൽ അറിയിപ്പില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായിട്ടുള്ള PM കിസാൻ GOI എന്ന് പറയുന്ന, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലുമൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുമ്പോൾ ഒരു ഇലക്ട്രോണിക് KYC ചെയ്യേണ്ടതായിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുള്ളത്. അതുമാത്രമല്ല, ജൂൺ മാസം 30-ന് മുൻപ് ചെയ്തില്ല എങ്കിൽ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ ആനുകൂല്യം ഇനി ലഭിക്കുന്നതല്ല എന്ന തരത്തിലാണ് അറിയിപ്പുകൾ വരുന്നത്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. നമുക്കിനി അടുത്ത ഗഡു ലഭിക്കണമെങ്കിൽ പോലും 4 മാസത്തെ ഒരു ഇടവേളയുണ്ട്. അതുമാത്രമല്ല, ഈ KYC നമ്മൾ ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ, അങ്ങനെയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വിതരണം ചെയ്തപ്പോൾ ഈ ആനുകൂല്യം നമുക്ക് മുടങ്ങിയേനെ. പക്ഷെ നമുക്ക് തടസ്സമില്ലാതെ തന്നെ ആനുകൂല്യം ലഭിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇനി പുതുതായിട്ട് ഒന്നുകൂടി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഈ KYCയുടെ സ്ഥാനത്ത് അതൊന്നുകൂടി അപ്ഡേഷൻ ചെയ്യാനുള്ള നിർദ്ദേശം ലഭിക്കും. അങ്ങനെയുള്ള നിർദ്ദേശം PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഈ KYC യെസ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാ കർഷകരും ഒന്ന് ശ്രദ്ധിക്കണം. ധൃതി പിടിച്ച ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുമാത്രമല്ല, ജൂൺ 30-ന് അവസാനിക്കുമെന്ന തരത്തിലൊക്കെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഇത് നിലവിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന കൃഷി വകുപ്പോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി അത് മാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ, അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും കർഷക ID, അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ID എടുക്കേണ്ടതുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇനിയൊരു കർഷക ID വഴി നമുക്ക് മുൻഗണന നൽകി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംവിധാനം ക്രമീകരിക്കുന്നത്. ഇതുവരെ ഇതിനുവേണ്ടി അപേക്ഷ വെച്ചിട്ടില്ലാത്തവർക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി, അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കർഷകൻ്റെ ആധാർ, കരമടച്ച രസീത്, ബാങ്ക് ഡീറ്റെയിൽസ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, ഈ കാര്യങ്ങൾ മാത്രം ഇതിനുവേണ്ടി മതിയാകും. കർഷക ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില്ലേജ്, കൃഷിഭവൻ അടിസ്ഥാനത്തിലുള്ള വേരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷം മാത്രമേ അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. അതിന് കുറച്ച് കാലതാമസവും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഇതിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.